മലപ്പുറത്തുനിന്ന് ഒരു ഇസ്ലാം മത പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായ നേതാവോ ആലപ്പുഴയിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ആലപ്പുഴയിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 4 അമ്പലങ്ങൾ ഉണ്ടാവും. അത് തെറ്റല്ല. കാരണം ഓരോ മതവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒക്കെ സമ്മിശ്രമായി ജീവിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ വിവേചനം കാണേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മുസ്ലിം മത പണ്ഡിതനോ മുസ്ലിം മത നേതാവിയോ ആലപ്പുഴ വന്നിട്ട് ഞാനിപ്പോൾ സഞ്ചരിച്ച ഒരു ഹിന്ദു രാജ്യത്തിലൂടെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ തരത്തിലുള്ള പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് പറയുന്നത്. കാരണം അറിയാം, വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിന്റെ ചരിത്രം അറിയത്തില്ല, കേരളത്തിന്റെ ചരിത്രം അറിയത്തില്ല. അതൊക്കെ അദ്ദേഹം ഒന്ന് പഠിക്കണം. എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ? ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ? നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ? ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്? മലപ്പുറത്താണ് ജനിച്ചത്. തിരൂര് തുഞ്ചംപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ? നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തിവിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ. ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ സ്ഥലത ഈ പറയുന്ന മലപ്പുറമാണ്. അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട്. ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതം ഉണ്ടല്ലോ, ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ. അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയായ കുമാരനാശാനാണല്ലോ. കുമാരനാശാൻ SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്.